അടുത്ത സംസ്ഥാനം ഗോവ കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനത്തിലേക്ക് മഹാരാഷ്ട്രയിലേക്ക് ഏറ്റവും പ്രധാനമായിട്ട്, അതായത് ഇന്ത്യ സഖ്യം പ്രതീക്ഷ പുലർത്തുന്ന മറ്റൊരു സംസ്ഥാനമായ മഹാരാഷ്ട്രയിൽ 48 സീറ്റുകളുള്ള മഹാരാഷ്ട്രയിൽ ഇന്ത്യ മുന്നണി 15 മുതൽ 28 വരെ സീറ്റുകൾ നേടിയേക്കാമെന്നാണ് മഹാരാഷ്ട്ര പ്രവചനം. ഒരു നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റിന്റെ രീതിയിലേക്ക് തന്നെയാണ് മഹാരാഷ്ട്ര പറഞ്ഞിരുന്നത് പോലെ തന്നെയാണ്, പ്രചാരണ സമയത്ത് കണ്ടതുപോലെ തന്നെയാണ് 32 മുതൽ 35 വരെ സീറ്റുകൾ NDA സഖ്യം നേടിയേക്കാം. കാരണം NDAയും അവശിഷ്ട ശിവസേനയും അവശിഷ്ട NCP യുമുള്ള ഒരു സഖ്യമാണ് അവിടെ എന്ന് നമുക്കറിയാം. 32 മുതൽ 35 വരെ സീറ്റുകൾ NDA സഖ്യം നേടിയേക്കാം. 15 മുതൽ 28 വരെ സീറ്റുകളാണ് ഇന്ത്യ മുന്നണിക്ക് പ്രവചിക്കുന്നത്. ഏതാണ്ട് ഒരു നെക്ക് ടു നെക്ക് ഫൈറ്റ് എന്ന് പറയുമ്പോൾ 41 സീറ്റുകൾ കഴിഞ്ഞ തവണ BJPയും ശിവസേനയും കൂടി നേടിയ ഒരു സംസ്ഥാനത്താണ് ഇത്തവണ 32 സീറ്റുകളിലേക്ക് പോലും 32 സീറ്റുകളിലേക്ക് പോലും NDA താഴ്ന്നേക്കാം. അതായത് BJPയും ശിവസേനയുടെ പകുതിയും അതുപോലെ NCPയുടെ പകുതിയും NDA സഖ്യത്തിന് ആദ്യ തിരിച്ചടി ഒരുപക്ഷെ മഹാരാഷ്ട്രയിൽ നിന്നായിരിക്കാം. 28 സീറ്റുകൾ നേടുമെന്ന് പറയുമ്പോൾ അങ്ങനെ 28 സീറ്റുകൾ ഇന്ത്യ സഖ്യം നേടിയാൽ 20 സീറ്റുകളിലേക്ക് NDA താഴും മഹാരാഷ്ട്രയിൽ. അങ്ങനെ ഒരു പ്രത്യേകതയും അവിടെ കാണുന്നുണ്ട്. അവിടെ BJPയുടെ സീറ്റ് എണ്ണവും പ്രധാനമാണ്. BJPക്ക് എത്ര സീറ്റ് കിട്ടുമെന്നുള്ളത് നമുക്ക് അതിന്റെ കണക്കുകളിലേക്ക് ശ്രീ ജി ഗോപകുമാർ, ഈ കണക്കിൽ താങ്കൾ വിശ്വാസം പുലർത്തുന്നുണ്ടോ? അവിടെ വേണമെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് NDA സഖ്യത്തെ അട്ടിമറിക്കാം മഹാരാഷ്ട്രയിൽ, അങ്ങനെയാണ് കണക്ക് പറയുന്നത്. 15 മുതൽ 28 വരെ, 32 മുതൽ 35 വരെ ആണെങ്കിൽ പോലും 28 സീറ്റുകൾ വരെ വേണമെങ്കിൽ കിട്ടാം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും മികച്ച ഒരു സാഹചര്യത്തിൽ BJPയേക്കാൾ കൂടുതൽ സീറ്റുകൾ, NDAയേക്കാൾ കൂടുതൽ സീറ്റുകൾ കിട്ടാം ഇന്ത്യ സഖ്യത്തിന് മഹാരാഷ്ട്രയിൽ. അല്ല, ഇതിനകത്ത് ഈ ഡേറ്റ ശരിയായിട്ട് വരാനാണ് സാധ്യതയുള്ളത്. മഹാരാഷ്ട്രയിൽ ഇന്ത്യ സഖ്യത്തിന് ഒരു ചെറിയ ഒരു മുൻതൂക്കം കിട്ടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതിൻ്റെ പ്രധാന കാരണം ശരത് പവാറിനോടും ഉദയ് താക്കറേക്കടുത്തുമൊക്കെ അവിടുത്തെ ആൾക്കാർക്ക് പ്രത്യേകിച്ചൊരു സിമ്പതിയുണ്ട്. അതേസമയം മറുവശത്ത് നിൽക്കുന്നവർ ഒട്ടും കുറവല്ല. അജിത് പവാറും മോശമല്ല, ഷിൻഡെയും മോശമല്ല. BJPക്ക് ശക്തമായ അടിത്തറയുള്ള സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ആരോ സൂചിപ്പിച്ച പോലെ വളരെ നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ് തന്നെയാണ് വരുന്നത്. പക്ഷേ അങ്ങനെ വരുമ്പോൾ തുല്യമായിട്ട് സീറ്റുകൾ കിട്ടില്ല എന്നുള്ളത് ശരിയാണ്. അപ്പോൾ ഇത് മിക്കവാറും 27 സീറ്റ് വരെ ഇന്ത്യ സഖ്യത്തിന് കിട്ടാൻ ചാൻസ് ഉണ്ട്. 21 സീറ്റായിരിക്കും മറുവശത്ത്. പക്ഷേ ഇതിൽ കണക്കുകൾ, സ്പ്ലിറ്റ് കണക്കുകൾ വരുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആണ്. അതിൽ BJPക്ക് സീറ്റുകൾ വലിയ രീതിയിൽ കുറയില്ല എന്നാണ്. സ്പ്ലിറ്റ് കണക്ക് ഇങ്ങനെയാണ്: 20 മുതൽ 23 സീറ്റുകൾ വരെ BJPക്ക് കിട്ടാം. 29 സീറ്റുകളിലാണല്ലോ BJP മഹാരാഷ്ട്ര 21 സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ 22 സീറ്റുകൾ. അപ്പോൾ 20 ഏറ്റവും മോശമായിട്ട് പെർഫോം ചെയ്താൽ പോലും 20 സീറ്റുകൾ BJPക്ക് കിട്ടാം. മറ്റുള്ളവരാണ് പ്രശ്നമാവുന്നത്. 23 സീറ്റുകൾ മാക്സിമം BJPക്ക് കിട്ടാം. സംഭവിക്കുന്നത് NCPക്കും, അതായത് ഷിൻഡെയുടെ 15 സീറ്റുകൾ ഷിൻഡെ വാങ്ങിയല്ലോ, അത് അവസാന നിമിഷം കൊടുക്കേണ്ടി വന്നത് കൂടിയാണ്. 15 സീറ്റുകൾ അത് പ്രശ്നമാകുന്നു. അതുപോലെ തന്നെ 6 സീറ്റുകൾ പവാറിന് കൊടുത്തത്, അജിത് പവാറിന് കൊടുത്തതും അതും പ്രശ്നമാകുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ മൊത്തത്തിൽ മഹാരാഷ്ട്രയിൽ നോക്കുമ്പോൾ BJPക്ക് ദോഷമുണ്ടാകുന്നില്ല, പക്ഷേ സഖ്യം മോശമാവുകയാണ്. ശ്രീ ഗോപകുമാർ, അതിനുശേഷം കോണിയിലേക്ക് വരാം. അതെ. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് 2 ദേശീയ പാർട്ടികൾ തമ്മിലുള്ള മത്സരമായി മാറി മഹാരാഷ്ട്രയിൽ. അവിടുത്തെ പ്രാദേശിക കക്ഷികളാണ്. NCPക്ക് ഒരു നാഷണൽ എന്നുള്ള പേരുണ്ടെങ്കിലും അതിന്നൊരു ദേശീയ കക്ഷിയല്ല. മാത്രമല്ല അത് പിളർന്നതിന് ശേഷം വളരെ ദുർബലപ്പെടുകയും ചെയ്തു. ശിവസേനയുടെ കാര്യവും അതുതന്നെയാണ്. അപ്പം ശരിക്കും ഇതിൻ്റെ വിധി നിർണ്ണയിക്കുന്നത് കേന്ദ്രത്തിൽ ആര് ഭരിക്കാൻ വരണം എന്നുള്ളതിന് 2 ദേശീയ പാർട്ടികൾ തമ്മിൽ നടത്തുന്ന മത്സരമാണ് ലോക്സഭയിലേക്ക് നടക്കുന്നത്. ആ നിലയ്ക്ക് കോൺഗ്രസും BJPയും തമ്മിലുള്ള നേരിട്ടുള്ള ശക്തിയാണ്. കോൺഗ്രസ് ലാഭം ഉണ്ടാക്കിയേക്കാം. അല്ലെ, മഹാരാഷ്ട്രയിലെ ഇന്ത്യ സഖ്യം എത്ര മുന്നേറിയാലും കഴിഞ്ഞ തവണത്തേക്കാൾ മെച്ചമായിരിക്കും. ഇത് നമ്മൾ പ്രതീക്ഷിച്ചാണ്. മഹാരാഷ്ട്രയിൽ ഒരു സ്പ്ലിറ്റ് വെർഡിക്റ്റ് പ്രതീക്ഷിച്ചാണ്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് എത്ര സീറ്റ് കൂടുതൽ കിട്ടിയാലും അത് ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമാണ്. പ്രതികരണം 15-28 ഇന്ത്യ സഖ്യത്തിന് പറയുന്നത്. അതിൽ കോൺഗ്രസിന് വേണമെങ്കിൽ 6 മുതൽ 9 വരെ സീറ്റ് കിട്ടിയേക്കാം.
ഈ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി ഏറ്റവും അധികം ഒരു തരംഗം ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന സ്റ്റേറ്റ് ആദ്യം മുതൽ മഹാരാഷ്ട്രയാണ്. ഞങ്ങളുടെ കണക്കൂട്ടില് കൃത്യമായി പറയട്ടെ 30-32. ഞാൻ വലിയ അവകാശവാദം ഒന്നുമില്ല പറയും. 48-ൽ 30-32. ഞാനൊരു കാര്യം പറയാം. 2019 നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. പടിഞ്ഞാറൻ ബെൽറ്റിൽ BJP വലിയ നേട്ടം ഉണ്ടായിട്ടും 7 സീറ്റ് അവിടെ ഈ പറയുന്ന ഞങ്ങളുടെ സഖ്യത്തിലുണ്ടായിരുന്നു. ഞങ്ങൾ 7-8 സീറ്റ് ഞങ്ങൾ തോറ്റുപോയത് ഈ വഞ്ചിത് അഗാഡി എന്ന് പറയുന്ന പ്രകാശ് അംബേദ്കറുടെ ആ പാർട്ടി വോട്ട് ഭിന്നിച്ചതുകൊണ്ട്. ഒരു 10-15 സീറ്റിൽ കഴിഞ്ഞ തവണ തന്നെ ഞങ്ങൾ ജയിക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു. ഈ പ്രാവശ്യം NCPയും ശിവസേനയും പിളർത്തിയതിനെതിരെ ഒരു വലിയ വികാരം മഹാരാഷ്ട്രയിലുണ്ട്. കൂടാതെ അവിടെ കോൺഗ്രസും NCPയും സംഘടനാപരമായി നല്ല ശക്തിയുള്ളവരാണ്. ശിവസേനയും വളരെ നല്ല ശക്തമായി സംഘടനയുള്ളതാണ്. 30 മുതൽ 32 വരെയാണ് ഞങ്ങളുടെ കണക്കൂട്ട്. അതിനകത്ത് 30-ന് താഴോട്ട് ഒരിക്കലും പോകാൻ പോകും. അല്ല, അത് അതിനകത്തുകൊണ്ട് 30 താങ്കൾ 30 സിംഗിൾ ഡിജിറ്റിലാണെങ്കിൽ താങ്കൾ 32 വരെ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലേ? ഞാൻ റിയലിസ്റ്റിക് ആയിട്ട് സംസാരിക്കും. 30 മുതൽ 32 ഞങ്ങളുടെ ആദ്യം തൊട്ടുള്ള ഞങ്ങളുടെ കണക്കൂട്ടൽ മഹാരാഷ്ട്രയിൽ. രഞ്ജിത്ത് മഞ്ജുഷെ, നമുക്ക് മഹാരാഷ്ട്രയുടെ ഒരു സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിൽ BJPക്ക് കഴിഞ്ഞ തവണ ഉള്ള വോട്ടിന്റെ പെർസെന്റേജ് ഏകദേശം 28%. ശിവസേനയെ സംബന്ധിച്ച് ഏതാണ്ട് 23% വോട്ടുകൾ ശിവസേനയ്ക്ക് കഴിഞ്ഞ തവണ ഉണ്ട്. അത് ഈ തവണ തുടരുമോ എന്നൊക്കെയുള്ളത് ചർച്ച ചെയ്യപ്പെട്ട് തീരുമാനിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. പക്ഷേ അതേസമയം തന്നെ ഈ 2019 തെരഞ്ഞെടുപ്പിൽ നിന്ന് ഈ തവണയുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം ശിവസേനയെ സംബന്ധിച്ചും NCPയെ സംബന്ധിച്ചും അവർ 2 ധ്രുവങ്ങളിൽ നിൽക്കുന്ന സംഘടനകളായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ ആരുടെ കൂടെയാണ് ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ളത്, ആർക്കാണ് ജനസ്വാധീനമുള്ളത്, ജനങ്ങൾ ആരുടെ ഒപ്പമാണ് നിൽക്കുന്നത് എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിലാണ് അറിയാൻ വേണ്ടി പോകുന്നത്. സ്വാഭാവികമായും NCPക്ക് അവിടെ ഉണ്ടായിരുന്ന അവർ മത്സരിച്ചിരുന്ന സീറ്റുകൾ, അവർ ജയിച്ചിരുന്ന സീറ്റുകൾ, ഇതെല്ലാം കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ അജിത് പവാറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള നീക്കം എന്ന് പറയുന്നത് BJPക്ക് അനുകൂലമായി അത് താഴെ തട്ട് മുതൽ അതുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ ശിവസേനയുടെ ശക്തി ഏത് ഭാഗത്താണ് എന്നുള്ളത് ഇന്ന് എല്ലാവർക്കും ഏകദേശം മനസ്സിലായി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഈ 2 ഘടകങ്ങൾ കൂടി NCPയുടെ ഭാഗത്തു നിന്നും ശിവസേനയുടെ ഭാഗത്തു നിന്നും BJPക്ക് അനുകൂലമായി ഉണ്ടായിട്ടുള്ള വോട്ട് പെർസെന്റേജിന്റെ ഷിഫ്റ്റ് BJPക്ക് അനുകൂലമായ BJPക്ക് ഏകദേശം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗുജറാത്തിന്റെ പോലെ തന്നെ ഏകദേശം 52-53% BJPയുടെ വോട്ടുകൾ 55% വരെ പോയാലും തെറ്റില്ല. അങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ തവണത്തെ 41-നേക്കാൾ കൂടും, 41 സീറ്റിനേക്കാൾ കൂടും. അങ്ങനെ വന്നാൽ ഒരു സീറ്റിന്റെ കുറവും BJPയെ സംബന്ധിച്ച് NDA സഖ്യത്തിനെ സംബന്ധിച്ച് മഹാരാഷ്ട്രയിൽ ഒരു വ്യത്യാസമുണ്ട്. 32-25 എന്നാണ് എഴുതിയത്. 32-35 ആണ് കേട്ടോ. മഹാരാഷ്ട്രയിൽ ആകെ 48 സീറ്റ്, അതിൽ 32 മുതൽ 35 സീറ്റുകൾ വരെ NDAക്ക് കിട്ടാം. BJPയും ഷിൻഡെ ശിവസേനയും അജിത് പവാറിന്റെ NCPയും അടങ്ങുന്ന സഖ്യം. അതേപോലെ 15 മുതൽ 28 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യത്തിൽ കിട്ടാം. അതിൽ കോൺഗ്രസും ശരത് പവാറിന്റെ NCPയും ഉദ്ധവ് താക്കറെയുടെ ശിവസേനയും അടങ്ങുന്ന സഖ്യം.